നമ്മുടെ കോരിത്തോടിൻ്റെ ഏറ്റവും മനോഹരമായൊരു പ്രദേശങ്ങളിലൊന്നാണ് കേട്ടോ ഈ കണ്ടങ്കയം എന്ന് പറയുന്ന സ്ഥലം. എല്ലാ പ്രാവശ്യവും നാട്ടിൽ വരുമ്പോൾ നമ്മൾ കണ്ടങ്കയത്ത് വന്നൊരു കുളിയൊക്കെ കഴിഞ്ഞ് കുറേ നേരം ചിലവഴിച്ചിട്ടേ പോകാറുള്ളൂ. അത്ര മനോഹരമാണ്. നല്ല മരങ്ങളും പിന്നെ ആറും നല്ല പൂക്കളും ഒക്കെ ആയിട്ട് നല്ല ശബരിമല വനത്തിൻ്റെ ഒരു ഭാഗമാണ്. വള്ളിപ്പടർപ്പെല്ലാം കിടക്കുന്നുണ്ട്. എന്നാ ചേലാകാണിങ്ങനെ ആറ്റിലേക്ക് ഇങ്ങനെ ഞാനിയാന്ന് കിടക്കുന്നത്. ഈ വനത്തിക്കടയൊക്കെ വന്ന് എന്ത് ചെയ്യും വിറകി ചെന്നിട്ടുണ്ട് നമ്മൾ കോർത്തോട്ട് താമസിച്ചു. അത് ശരിയാ. ഇതിലേ കൂടെ അങ്ങ് പോകും. നമുക്കൊന്ന് പോയി കുളിച്ചാലോ. ലീല ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാ രസമല്ലേ ഇവിടെയൊക്കെ നല്ല. ഇതേ വണ്ടി ഇതിലേ കൂടെ അങ്ങ് വരെ ഓടുമല്ലോ. നമുക്കും കൂടെ പോയി അവിടെ ഒത്തിരി പിള്ളേർ കുളിക്കുന്നുണ്ട്. എല്ലാവരും കുറേ പിള്ളേരുണ്ട്. നമുക്കും കൂടെ പോയി കുളിക്കാം അവിടെ. അവിടെ ഇപ്പോൾ കയമൊന്നുമില്ല. പണ്ടൊക്കെ എൻ്റെ പിന്നെ ഇവിടെ എങ്ങും ഇറങ്ങത്ത് പോലുമില്ല കയം കാരണം. ഇതെന്നാ പറയുക, ഇത് വണ്ടി പോയതേ ഇവിടെ ആനയൊന്നും കയറാതിരിക്കാനായിട്ട് ഫെൻസിങ് വലിച്ചിട്ടുണ്ട് സോളാറിൻ്റെ. അതിന് വേണ്ടിയിട്ടെന്തോ സാധനമൊക്കെ കൊണ്ടുപോകാനായിട്ട് വണ്ടി വന്ന് അതാണ് വണ്ടി ഏറിയൻ്റെ. അതെ ഇതല്ലേ സോളാർ ഫെൻസിങ്. അതിന് വേണ്ടിയിട്ട് വണ്ടി സാധനമൊക്കെ ആയിട്ട് ഇപ്പം മനുഷ്യർക്കും കയറണ്ടല്ലോ. കുഞ്ഞി എങ്ങനെയുണ്ട്? സൂപ്പർ സ്ഥലമല്ലേ? എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഇവിടെ വന്നിട്ട് പോകണം അല്ലേ? ചാടി മറിഞ്ഞ് നടക്കണം. പിന്നെ നമ്മുടെ പഴയ കാലം മറക്കാൻ പറ്റുമല്ലോ കുഞ്ഞി? അതെ എല്ലാ ദിവസവും ആറ്റി കുളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിയാണ്. ഇപ്പം വർഷങ്ങളായിട്ട് ബാത്റൂമിലുള്ള കുളിയേ ഉള്ളൂ അല്ലേ? ആണ് പാണൽ. നമുക്ക് പോയി കുളിച്ചേക്കാം. പാണൽ കുളിക്കാം കുഞ്ഞി. ഇവിടെ നല്ലപോലെ വെള്ളം ഉണ്ടല്ലോ. ഇവിടെ ഉണ്ട്. ഇല്ലെന്നേ പഴയ പോലെ കയമൊന്നുമില്ല. മുഴുവൻ മണൽ വന്ന് മൂടി നകന്ന് കിടക്കുക. ഒഴുക്കില്ല ഇവിടെ. ഒഴുക്ക് കുറവാ. ഇവിടെ ഒഴുക്കില്ല. മഴ പെയ്തുകൊണ്ടേ വെള്ളം ആയിട്ടുണ്ട്. എന്നാലും ഞാൻ ഇത് പിടിച്ച് ഞങ്ങൾ കുളിക്കാം. കൊള്ളാലോ. അതാ മണിമരുത്. 2 കളറുണ്ടല്ലേ? അതേണ്ട ആ മരത്തെ കണ്ടോ കുഞ്ഞെ നിറച്ചു പോവുക. കുറച്ചുകൂടെ മേലോട്ട് നോക്കിയേ, അത് നിറയെ പോവുണ്ട്. മണിമരുത്. ഇവിടെയൊക്കെ വന്ന് എന്തേലും ചാടിയിട്ടുണ്ടെന്ന് അറിയാമോ? ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ. ഇവിടെയാ നീന്തൽ പഠിച്ചത്. ഇഷ്ടം പോലെ പിള്ളേരുണ്ടായിരുന്നു. എല്ലാവരും വരും ഇവിടെ ഒന്ന് ചാടി മറിഞ്ഞ്. രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെയാണ് പോകുന്നത്. നേരത്തെ ഇവിടെയൊക്കെ ഭയങ്കര കുഴിയായിരുന്നു. ഇപ്പം ഇതുണ്ട്, ഇത്ര വെള്ളമുണ്ട്. മൊത്തം മണലാണ്. അത്രേ ഉള്ളൂ. മണൽ വന്ന് നികന്ന് കിടക്കുക. ആ പാടെ ടോട്ടല് മൊത്തത്തിൽ ഇപ്പൊ ഇത്രേ ഉള്ളൂ. ഇതേ ഉള്ളൂ. ഈ മരത്തേലാണ് അത് പോയി. അത് ഇച്ചിരി മേളിലോട്ട് പോകും. നമ്മൾ ചോറൊക്കെ ആയിട്ട് വന്നിരുന്ന കഴിച്ച അന്ന് എല്ലാരും ഇല്ലായിരുന്നു. അതുണ്ട്. അത് അവിടെ മേളിലോട്ട് കയറി പോകും. പോവാൻ കുഴപ്പമില്ല. അവിടം വരെയൊക്കെ പോവാം. അവിടെ കുഴിയൊന്നുമില്ല.
വലിയ തണുപ്പില്ല. ഞങ്ങളെ നീന്തൽ പഠിച്ച സ്ഥലമാണ് ഇത്. നീന്തൽ പഠിച്ച സ്ഥലമാണ് ഇത്. നോക്കി കൊല്ലുവാണ്. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? അടിപൊളി സ്ഥലമുണ്ട്. സ്ഥലം കൊള്ളാം. നല്ല പൂവ് ഒഴുകുന്നുണ്ട്. മണിമരുന്നുണ്ടല്ലോ, മണിമരുന്ന്. ഇവിടെ ഒന്നും മണലാന്നേ, മൊത്തം മണൽ മൂടിക്കിടക്കുക, വെള്ളമില്ല. ഞാൻ പഠിച്ച് വരുന്നുണ്ട്. അവധി മൊത്തം നീന്തൽ പ്രാക്ടീസ് ചെയ്യും കേട്ടോ. അവധിക്ക് മൊത്തം നീന്തൽ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ. അമ്മയ്ക്ക് ഇവിടെ വന്നപ്പം പഴയ ഇവിടുന്ന് ഒത്തിരി വിറകൊക്കെ ചുമന്നൊക്കെ ഓർക്കുന്നുണ്ടല്ലേ? ആണോ? ആണോ? ആ. അങ്ങേറ്റത്താണ് കേട്ടോ. കിട്ടിയ സമയം ചാടി മറിയുക. അല്ല, എല്ലാ പ്രാവശ്യവും കൂടെ ആരെങ്കിലും കാണും. അതെ, ഇതിലോട്ടൊന്ന് കേറി നിന്നെ. ഞാൻ എടുത്തു കിടക്കുമെന്ന് വെച്ചോ, പച്ച അങ്ങോട്ട് ഇങ്ങനെ വെട്ടണം. ഒറ്റ വെട്ടിന് മുറിഞ്ഞിട്ട് അങ്ങോട്ട് പിടിച്ച ഒരു ഗ്ലാസ് വെള്ളം കിട്ടും. ഞങ്ങള് കാട്ടിൽ പോകുമ്പോൾ വെള്ളം കുടിച്ചിട്ട് അങ്ങനെ പപ്പായും ഞാനും ഒക്കെ കൂടെ വെള്ളം കൊണ്ടുപോകാതെ പോകുമ്പോൾ പപ്പ നല്ല ബുദ്ധാനിയുടെ കമ്പ് കിട്ടും. ഇതുപോലെ വണ്ണം വേണം. എന്നിട്ട് ഒറ്റ വെട്ടിന് മുറിഞ്ഞിട്ട് ഇങ്ങനെ ഇലയൊക്കെ കൂട്ടി പിടിച്ചൊന്നും നിൽക്കുള്ളൂ. ഒറ്റ വെട്ടിന് മുറിഞ്ഞിട്ട് വെള്ളം കിട്ടും. ഒറ്റ വെട്ടിന് മുറിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കിട്ടും. ഒരു തണ്ട് മുറിച്ച കൊറേ എണ്ണം ഉണ്ട്. എന്നെ ഇവിടെ നിറച്ച് പൂമ്പാറ്റ കേട്ടോ, പച്ച കളർ പൂമ്പാറ്റ. നല്ല വ്യൂ അല്ലേ? അതെ, മഴയൊക്കെ വന്നിട്ട്. അങ്ങോട്ട് പോയി. അതുകൊണ്ടോ അങ്ങ് മേളില്ല ഇഷ്ടംപോലെ ആൾക്കാർ നീന്തുന്നുണ്ട് കേട്ടോ. നല്ല സെറ്റപ്പല്ലേ, മഴയും കൂടെ പെയ്തപ്പോഴേക്കും അടിപൊളിയല്ലേ. അറബിക്കടലിൽ നീന്തി കടന്ന ആളാ. അവിടുന്ന് നീന്തി ഇവിടെ വന്ന് പെട്ടതാണ്. അതെ 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 അതെ.
ചാടിക്കോ. അടിപൊളി അടിപൊളി അടിപൊളി. ഓ അത് കുഴപ്പമില്ല. ഇത് നമ്മുടെ കണ്ടങ്കയത്തുള്ള സുഹൃത്ത് സിജോയുടെ പ്രോപ്പർട്ടിയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. കണ്ടങ്കയത്തിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ നല്ലപോലെ ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. എല്ലാവരും വരണം, ഇവിടെ വന്ന് കാണണം. നല്ല രസമാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കണ്ട് കറങ്ങി പോകാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. കോരത്തോട്ടിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് കണ്ടങ്കയം. എല്ലാവരും വന്ന് ഇവിടെ കാണണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.